ബി ജെ പി അധികാരത്തിൽ നിന്ന് പോകണം, മോദി എങ്ങനെയും അധികാരത്തിൽ നിന്ന് ഒഴിയണം. ഈ വികാരം തീവ്രമായിട്ടുള്ളതാണ്. കാരണം അവരുടെ ജീവൽ പ്രശ്നമാണ്, ഇവിടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ്. അവർക്ക് ഇടതുപക്ഷത്തോടൊരു വിരോധമില്ല കേട്ടോ, അതാദ്യം മനസ്സിലാക്കിക്കൊള്ളണം. ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിന്റെ ഭാഗമായി അവർ ഇവിടെ ഒരു നിലപാട് സ്വീകരിക്കുകയല്ല. അവർ കാണുന്നത് എന്താ? അവർ കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക, പുതിയൊരു ഗവൺമെന്റ് വരിക. അത് സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളൊരു ഗവൺമെന്റാണ് ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ സാധ്യതയുള്ളത്. അപ്പോൾ കേരളത്തിൽ ഞങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണം? ആ വിഭാഗം ചിന്തിക്കുകയാണ്. കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു. നിങ്ങളത് നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി ഞങ്ങൾക്കെതിരായ ഒരു വികാരമാണ് ഉയർന്നു വന്നതെന്നാണ് ചിന്തിക്കുന്നത്. ഞങ്ങൾക്കെതിരായല്ല, ബി ജെ പിയെയും മോദിയെയും പരാജയപ്പെടുത്തുക, ഭരണത്തിൽ നിന്ന് ഒഴിവാക്കുക, അതിന് കോൺഗ്രസ് അടക്കമുള്ള സംവിധാനമാണ് രാജ്യത്ത് നല്ലത് എന്ന ചിന്ത അവർക്കുണ്ടാകുന്നു. ഇതാണ് ഉണ്ടായത്. ഞാൻ പറയുന്നത് ആദ്യം മനസ്സിലാക്കുന്നു, വെറുതെ ഒച്ചയുടെ ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്. അത് ഇപ്പൊ മാത്രം ഉണ്ടായതല്ല, ഇതാണ് 2019 ഉണ്ടായത്. 2019 രാഹുൽ ഗാന്ധി വന്നിറങ്ങി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊരു ചിത്രം ഉയർന്നു വന്നു. സ്വാഭാവികമായ ഒഴുക്കുണ്ടായി. സ്വാഭാവികമാണത്. തെറ്റായി ധരിക്കണ്ട, ഞങ്ങൾക്കെതിരായ വല്ലാത്ത വികാരമാണ് അതിനവരെ നയിച്ചത് എന്ന്. ഞങ്ങളങ്ങനെ കാണുന്നില്ല അതിനെ. അതാണ് ഒരു ഭാഗം. വേറൊരു കാണുന്നില്ലേ ഞാൻ പറയുന്നത്, ഈ ഇരുന്നു കൊണ്ട് പറയുന്ന ആൾക്ക് കാണുന്ന എല്ലാവരും ഞാൻ പറയുന്നത്, ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത്. അതിലെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കേട്ടത് വെച്ചൊന്ന് ആലോചിക്കാൻ തയ്യാറാണ്. അന്നേരം തന്നെ ബബ എന്ന് പറഞ്ഞിട്ട് അതിന് മറുപടിയാവില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കും. വേറൊരു വിഭാഗം ഞങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള വിപ്രതിപത്തിയുമില്ല. പക്ഷേ അവര് ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ബദൽ സംവിധാനം കോൺഗ്രസിന് നേതൃത്വത്തിൽ വരുന്നതാണ് നല്ലത്. അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക, UDF സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക എന്നവർ കാണുന്നു. അതില് ആ വിഭാഗത്തിൽ സമ്മർദ്ദം ചെലുത്താനും ഇടപെടാനും ഒക്കെ കഴിയുന്ന മേധാവികൾ തന്നെ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു, പറയാൻ പറ്റുന്നവരോടൊക്കെ. ഇതൊക്കെയാണ് നടന്ന കാര്യം, ഇതൊക്കെയാണ് സംഭവിക്കുന്ന കാര്യം. സ്വാഭാവികമായും അവരും നിങ്ങൾക്ക് വോട്ട് ചെയ്യും. നിങ്ങൾ വോട്ട് വാങ്ങിയതിലോ നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നില്ല. കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്നൊരു കാര്യമല്ല. ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ BJP ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ്. അത് ഗൗരവമായിട്ട് തന്നെ കാണും. ഇപ്പോ നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പരാജയത്തെക്കുറിച്ചാണല്ലോ. നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുകയാണ്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2019 LDFന് 71,56,000 വോട്ടാണ് ലഭിച്ചത്. ഞങ്ങൾക്ക് ഇപ്പോ 66,64,000 വോട്ടാണ് ലഭിച്ചത്. അപ്പോൾ 4,92,000 കുറവ് ഉണ്ടായി എന്നതാണ് വസ്തുത. 4,92,000 വോട്ട് 2019 നിന്ന് ഞങ്ങൾക്ക് കുറഞ്ഞു. ഈ എല്ലാ ആനുകൂല്യവും കിട്ടിയ നിങ്ങളുടെ സ്ഥിതിയോ? ആലോചിക്കാൻ പറയുകയാണ് ഞാൻ. 2019 96,29,000 വോട്ടാണ് നിങ്ങൾക്ക് ലഭിച്ചത്. ഇപ്പൊ നിങ്ങൾക്ക് 90,000
90,17,000 വോട്ടാണ് എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 6,11,000 വോട്ടിന്റെ കുറവ്. 6,11,840 അത് 12,000-അടുത്തെത്തും. അപ്പോൾ 4,92,000 കുറഞ്ഞ ഞങ്ങള്, 6,11,000 കുറഞ്ഞ നിങ്ങൾ. ആരുടെ കുറവാണ് വലുത്? ഇതല്ലേ കണക്ക് നോക്കേണ്ടത്. ശതമാനം നോക്കിയാൽ 1 നിങ്ങൾ തോറ്റു എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ മഹാവിജയം നേടി. ആ മഹാവിജയം നേടിയ നിങ്ങൾക്ക് എങ്ങനെ വോട്ട് കുറഞ്ഞു അത് നിങ്ങൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആ പരിശോധിക്കാൻ തയ്യാറാകണം. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അത് വേറൊരു ഭാഗത്തെ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയം ശതമാനം നോക്കിയാൽ 1.75% LDF-ന് കുറഞ്ഞു, 2.11% നിങ്ങൾക്ക് കുറഞ്ഞു. ഇത് വോട്ടിംഗ് നിലയിൽ വന്ന കുറവാണ്. അത് കാണാതിരിക്കരുത്. ഇവിടെ രാവിലെ ഒരു കണക്ക് പറഞ്ഞല്ലോ, 2019 ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് BJP-ക്ക് ലീഡുണ്ടായിരുന്നത്. അന്ന് നിങ്ങൾക്ക് 123 മണ്ഡലത്തിൽ ലീഡ് നേടാൻ കഴിയും. 2019 16 മണ്ഡലേ LDF-ന് ലീഡുണ്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. 2024 ആയപ്പോൾ 11 മണ്ഡലമാണ് BJP ലീഡ് നേടിയിരിക്കുന്നത്. 111 മണ്ഡലം നിങ്ങൾ ലീഡ് നേടി. അപ്പൊ നിങ്ങളുടെ ലീഡ് 123-ൽ നിന്ന് 111-ലേക്ക് എത്തി. ഞങ്ങളുടെ ലീഡ് ഞങ്ങളൊരു മെച്ചപ്പെട്ടതായിട്ട് കാണുന്നില്ല. പക്ഷെ 16-ൽ നിന്ന് 18-ലേക്ക് ഞങ്ങൾ പോയി. അതൊരു മെച്ചപ്പെട്ട എണ്ണമായിട്ട് ഞാൻ പറയല്ല. ഈ കണക്ക് നാം കാണണം. നിങ്ങളെ ഇവിടെ നാം ഗൗരവമായി കാണേണ്ട കാര്യം തൃശ്ശൂരിന്റെ വോട്ടിംഗ് നിലയാണ്. തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് BJP-ക്ക് വിജയിക്കാൻ സാധിച്ചത്? അത് നാം തമ്മിലുള്ള തർക്കവിതർക്കങ്ങൾക്കിടയിൽ തന്നെ എല്ലാവരും ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് സംഭവിച്ചു? പല ന്യായവാദങ്ങളും പരസ്യമായിട്ട് ഉന്നയിക്കാനുണ്ടാവും. നിങ്ങളുടെ ഇടയിൽ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. നിങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ 10% വോട്ട്, 9.8% വോട്ട് കൃത്യമായി പറഞ്ഞാൽ 2019-ൽ നിന്ന് നിങ്ങൾക്ക് കുറയാണ് ചെയ്തത്. എന്താ അവിടുത്തെ അവസ്ഥ? നിങ്ങളുടെ വോട്ടിംഗ് നിലയുടെ അവസ്ഥ? നിങ്ങൾ UDF നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ 2019-ലെ വോട്ട് നിലനിർത്താൻ അവിടുത്തെ 7 മണ്ഡലങ്ങളിൽ എവിടെ സാധിച്ചു? ഇപ്പോൾ ഗുരുവായൂര് 65,160 വോട്ടായിരുന്നു 2019-ൽ UDF-നുണ്ടായിരുന്നു. ഇപ്പോ 57,925. 65,000 ഉണ്ടായിരുന്നവര് 57,000 ഈ തെരഞ്ഞെടുപ്പിൽ 24-ൽ. മണലൂര് LDF തോറ്റവരാണല്ലോ, നിങ്ങളല്ലേ ജയിച്ചവര്. ആ ജയിച്ചവരെവിടെ കിടക്കുന്നുവെന്ന് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ. അപ്പോ നിങ്ങൾക്കിത് പറഞ്ഞു കേൾക്കുന്നതിന് അസ്വസ്ഥത വേണ്ട. ഇത് ഞാൻ പറയാനുള്ളത് ഞാൻ പറയല്ലോ. അതിന്റെ അസ്വസ്ഥത വല്ലാതെ ഉണ്ടായിട്ട് കാര്യമില്ല. ഇപ്പോ മണലൂര് UDF-ന് തിരുവനന്തപുരത്തെ ശശി തരൂരിന്റെ വിജയവും തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ഒരുപോലെയല്ല നാം കാണേണ്ടത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേചനം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് കാണേണ്ടത്. ഇവിടെ മണലൂരിന്റെ കേക്ക്
UDFന് 63,420 വോട്ടാണ് 2019 അവിടെ ഇപ്പോ UDFന് 50,897. ഇതാണ് അവസ്ഥ. ഒല്ലൂരിനെ പറ്റി എല്ലാവർക്കും അറിയാലോ. പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു സ്ഥലമാണത്. ഇതിന്റെ അവസാനം ഞാൻ പറയാം അതിനെപ്പറ്റി. അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ മണ്ഡലമായതുകൊണ്ട് മാത്രം പറയുന്നതല്ല, പ്രത്യേകം നമ്മളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് പറയാം. ഒല്ലൂര് കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 63,000 ബാക്കിയുള്ള വിട്ടാടി 63,000 നിങ്ങൾക്കുള്ള വോട്ട്. ഇപ്പോഴ് എത്രയാ? 47,000. 63 നിന്ന് 47 നിങ്ങൾ താണു ഒല്ലൂരിൽ. പറയാം, ഇതാണ് വസ്തുത. തൃശ്ശൂര് 55,000 നിങ്ങൾക്ക് 2019. ഇപ്പോ 40,000. നാട്ടിക 52,000 2019. ഇപ്പോ നാട്ടികയിലൊരു അതെ 52,000 UDFന് 2019. ഇപ്രാവശ്യം കിട്ടിയത് 38,000. ഇതാണ് നാം കാണേണ്ട കാര്യം. ഇരിഞ്ഞാലക്കുട 57,000 UDFനുണ്ടായിരുന്ന വോട്ട്. അത് 46,000 താണു. പുതുക്കാട് 56,000 UDFന് 2019 ഉണ്ടായിരുന്ന വോട്ട്. ഇപ്പോഴത് 42,000 താണു. അങ്ങനെയാണ് 2,93,000 വോട്ടിൽ നിന്ന് 4,15,000 വോട്ടിൽ നിന്ന് 3,28,000 വോട്ടിലേക്ക് താഴുന്ന അവസ്ഥയുണ്ടായത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, എങ്ങനെയാണ് ഈ വിജയം, എങ്ങനെയാണ് UDFന് ഈ തരത്തിൽ പുറകോട്ട് പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത്. ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം, UDFനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു. ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ്, അത് കാണാതിരിക്കരുത്. അതിന്റെ ഭാഗമായുള്ള മാറ്റങ്ങളുണ്ടായി. അതെല്ലാ കാലത്തും നിലനിൽക്കുമെന്ന് കാണണ്ട, എല്ലാ കാലത്തും അതേ അവസ്ഥയായിരിക്കുമെന്ന് കാണണ്ട. പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു. ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം തയ്യാറാകേണ്ടതുണ്ട്. ഷംസുദ്ദീൻ അങ്ങേയറ്റം സംസ്കാര സമ്പന്നമായ രീതിയിൽ ഈ സഭയിൽ ഇടപെടുന്ന ഒരാളാണ്. പക്ഷെ ഈ വിജയത്തിന്റെ ഒരു മത്ത് ലീഗിനെ എങ്ങനെ ബാധിച്ചു എന്നതാണ്. പട്ടി എന്ന് വിളിക്കാതെ ഞങ്ങളെയെല്ലാം പട്ടികളായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പിൻവലിച്ചത് ശരി, പിൻവലിച്ചത് നല്ലത് തന്നെ, അത് നല്ല കാര്യം തന്നെ. പക്ഷെ പറഞ്ഞത് മനസ്സിലുള്ളൊരു വികാരമാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനിടയായത്? എന്താണ് അങ്ങനെ പറയാൻ ഇടവന്നത്? സാധാരണഗതിയിൽ നിങ്ങൾ പറയേണ്ട കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളത് പിൻവലിച്ചു എന്ന് പറഞ്ഞല്ലോ, നിങ്ങളെ വിശദീകരണം ഇപ്പോൾ വേണ്ടതില്ലാരും. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനൊരു കാര്യം ഈ സംസ്കാര സമ്പന്നനായ ബഹുമാനായ ഷംസുദ്ദീന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പ്രതീക്ഷിക്കും? അപ്പോൾ ഏത് തരത്തിലുള്ള ഈ വിജയത്തിന്റെ മത്ത് ലീഗിന് പിടിച്ചു എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ
ഞങ്ങളോട് ബഷീർ ചോദിച്ചു, ബഹുമാനായ ബഷീർ, അദ്ദേഹത്തെ കാണുന്നില്ല ഞാൻ നോക്കിയിട്ട്, നാണവും ഉളുപ്പും ഉണ്ടോ എന്ന്. ഞങ്ങൾക്ക് നാണവും ഉളുപ്പും ഇല്ലാതിരിക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ. അദ്ദേഹത്തെ ഇവിടെ കാണുന്നില്ല. ഓ ഇംഗ്ലീഷൊന്നല്ല, ഇംഗ്ലീഷൊന്നല്ല അദ്ദേഹം പറഞ്ഞത്. നാണവും ഉളുപ്പും ഉണ്ടോ എന്ന് തന്നെയാണ് ചോദിച്ചത്. ഞാൻ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഇരിക്കുന്നില്ലെങ്കിലും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. അത് വേറെ, ഇതാണ് ചോദിച്ചത്. അപ്പൊ ഇതൊക്കെ ലീഗിന് വരുന്ന ഒരു മാറ്റമാണ് കാണിക്കുന്നത്. ഇത് ഈ ജയത്തിന്റെ വലിയ തോതിലുള്ള ഒരു മത്തുപിടുത്തം അതുണ്ടായിരിക്കുന്നു എന്നാണ്. അത് വേണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങള് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. ആ പരാജയപ്പെടാനിടയായ കാരണങ്ങൾ ഞങ്ങൾ വിശദമായി പരിശോധിക്കും. ആ പരിശോധിച്ച് തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ തിരുത്തുകയും ചെയ്യും. അതൊക്കെ ഞങ്ങൾ സാധാരണഗതിയിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നടപടിയാണ്. പക്ഷേ ഈ പരാജയം ആത്യന്തികമായൊരു പരാജയമായിട്ട് ഞങ്ങൾ കാണുന്നേയില്ല. നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു സംശയവും വേണ്ട, നല്ല രീതിയിൽ തന്നെ ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ പിന്തുണയോടെ ഞങ്ങൾ വീണ്ടും ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഈ ബജറ്റ് പാസ്സാക്കി തരണം എന്ന് അഭ്യർത്ഥിക്കുന്നു.